ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ദച്ചൂസിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേക്ക് പോവാണ് കേട്ടോ. മാർച്ച് 6-നായിരുന്നു കേട്ടോ ദച്ചൂസിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ. ധ്രുവക്കുട്ടിക്ക് കാണിച്ചെങ്കിൽ അപ്പോൾ ലീവായിരുന്നു, കാര്യം എക്സാമൊക്കെ തുടങ്ങാറായി. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി ലീവ്. പിന്നെ ഞാനാണെച്ചെങ്കിൽ ലീവ് എടുത്തു കേട്ടോ, കാര്യം ഞങ്ങൾക്ക് സൺഡേസിലും വർക്കിംഗ് ആണ്. അപ്പോൾ സൺഡേസിൽ വർക്ക് ചെയ്യുകയാണെച്ചെങ്കിൽ ഏതെങ്കിലും വീക്ക് ഡേ നമുക്ക് ലീവ് എടുക്കാം. അപ്പോൾ ഞാൻ വീക്ക് ഡേ നോക്കി ലീവ് എടുത്തു കേട്ടോ. അപ്പോൾ ഞാനും ധ്രുവക്കുട്ടിയും കൂട്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ ചേട്ടനാണെച്ചെങ്കിൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വരാമെന്ന് കേട്ടോ, ഡയറക്റ്റ് ഇവിടേക്ക് വരാമെന്ന്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇവിടെ സീറ്റൊക്കെ പിടിച്ചിരുന്നു. വന്നപ്പോഴേക്കും ഒരുവിധം എല്ലാം ഫില്ലായിട്ടോ. 3:30 മുതൽ ആൾക്കാർ വന്നിരിക്കും ഇവിടെ വൈകുന്നേരം. ഞങ്ങളുടെ അടുത്ത് സാധാ ടൈം പറഞ്ഞിരുന്നു, 4 മണി 4:30 വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളും ഒരു 4 മണിക്ക് ആയപ്പോൾ അവിടേക്ക് എത്തുന്ന പോലെയാണ് എത്തിയത്. എന്നാലും നമുക്ക് സീറ്റില്ല. ഞങ്ങൾ സീറ്റ് കണ്ടുപിടിച്ചൊക്കെ ഇരുന്ന് വന്നപ്പോഴേക്കും പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫസ്റ്റ് തന്നെ 2-3 സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റ് വന്നു. ചീഫ് ഗസ്റ്റ് വന്നപ്പോഴേക്കും പിന്നെ രംഗോത്സവ കോമ്പറ്റീഷന് പ്രൈസ് ഉള്ളവർക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ദച്ചുകുട്ടിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് കാണിച്ചെങ്കിൽ രംഗോത്സവ കോമ്പറ്റീഷന് കളറിങ്ങിനായിരുന്നു നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്. അവൾക്ക് 4th പ്രൈസ്. പക്ഷേ ആ 4th വരെയുള്ളവർക്ക് അവർക്ക് ട്രോഫി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദച്ചൂസിനാണെങ്കിൽ ട്രോഫി പ്ലസ് സ്കേറ്റിംഗ് കിറ്റാണ്. അപ്പോൾ സ്കേറ്റിംഗ് കിറ്റ് സ്കൂളിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പ്രോഗ്രാംസൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാര്യം കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, നല്ല ഇഷ്ടമാവും. കാര്യം കുഞ്ഞു പിള്ളേരാണ് കളിക്കുന്നത്. അവരുടെ എക്സ്പ്രഷനും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല പാട്ടുകളായിരുന്നു പിന്നെ സെലക്ട് ചെയ്തിരുന്ന ടീച്ചേഴ്സ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായപ്പോഴേക്കും ചേട്ടൻ വന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു പ്രോഗ്രാംസൊക്കെ. ഇത് കഴിഞ്ഞിട്ട് ഒരു 4th ആയിട്ടായിരുന്നു കേട്ടോ ദച്ചൂസിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നത്. ദച്ചൂസിൻ്റെ ഡാൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ട്യൂണ് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ അവർ കളിക്കുന്ന കാണാൻ. നമുക്ക് തന്നെ എന്താ പറയുക, അതിശയം തോന്നും ഇവരെങ്ങനെ ഇത് പഠിച്ചെടുത്തത്. കാര്യം നമ്മളൊക്കെ ഒരു ലൈൻ കേട്ട് ആ ലൈനിന് എന്താ സ്റ്റെപ്പ് വരുന്നതെന്ന് വെച്ചിട്ടല്ലേ നമ്മൾ ഇവരെ ടി വിയിലായാലും നമ്മളത് കാണാറില്ല. പക്ഷെ ഇവിടെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ട്യൂണ് വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. ടീച്ചേഴ്സ് നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഡാൻസ്. എല്ലാ കുട്ടികളും നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ദച്ചൂസ് പഠിക്കുന്നത് ധ്രുവക്കുട്ടിയുടെ കൂടെ അല്ല കേട്ടോ, വേറെ സ്കൂളിലാണ്. ദച്ചൂസ് പോലീസ് അക്കാദമിയിലാട്ടോ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ അക്കാദമിയുടെ ഉള്ളിൽ പോലീസിൻ്റെ ട്രെയിനിങ്സും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വലിയൊരു ഹോളുണ്ട് കേട്ടോ. അവിടെയാണ് ഈ പ്രോഗ്രാം നടത്തിയിരിക്കുന്നത് കേട്ടോ. കാരണം ഇവരുടെ അണ്ടറിൽ വരുന്ന സ്കൂളാണ് ഇവരുടെ സ്കൂൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഹോളിലെ അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഒരു മൂവി തിയേറ്ററിലിരുന്ന് കാണുന്ന പോലെ നമുക്ക് തോന്നുക കേട്ടോ. മൂവി കാണാണ്ടിരിക്കുന്ന പോലെ ആ ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് തന്നെ. അപ്പോൾ ഇതാണ് കേട്ടോ ദച്ചൂസിൻ്റെ ഡാൻസ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണായിരിക്കും. ഇവിടെ നിന്ന് സെക്കൻഡ് ഉള്ള കേട്ടോ ദച്ചൂസ്. നല്ല രസമുണ്ടല്ലേ കളിക്കുന്നത് കാണാൻ. കാര്യം ഇവർ ട്യൂൺ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. നല്ല രസമുണ്ട്. ടീച്ചേഴ്സ് നന്നായി ട്രെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവരെ. ഡ്രസ്സൊക്കെ നമുക്ക് വീട്ടിലേക്ക് ആദ്യമേ തന്നയച്ചിരുന്നു. എന്നിട്ട് നമ്മൾ ആനുവൽ ഡേയുടെ അന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞേക്കണമെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഡ്രസ്സ് ഇഷ്ടമായില്ല എന്ന് തന്നെ പറയാം. ആകെ ഇങ്ങനെ ഗ്ലിറ്ററൊക്കെ ഉള്ള ടൈപ്പ് സീക്വൻസ് വർക്കുള്ള ഷർട്ട്, പിന്നെ ഒരു സാറ്റിൻ ടൈപ്പ് തുണി വെച്ചിട്ട് ട്രൗസർ വന്നപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കേട്ടോ അവരുടെ ഡാൻസ്. ആ ഡ്രസ്സിന് പറ്റിയ ഡാൻസും സ്റ്റെപ്പുകളും പിന്നെ ഇവർക്ക് പറ്റുന്ന എല്ലാവരും പഠിപ്പിക്കുകയുള്ളൂ. കുഞ്ഞു പിള്ളേരാണല്ലോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ. എല്ലാ കുട്ടികളും അതുപോലെ ഇട്ട് വന്നപ്പോൾ കേട്ടോ.